ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ് മുസ്തഫ എത്ര കാലം ജീവിച്ചു എന്നതല്ല വിഷയം. അല്ലാഹ് ഈ ഒരു ഇസ്മിന് വേണ്ടിയ വർഷം ഇന്ന് അതിന്റെ 313. എന്താണ് ഇവിടെ വിഷയം? അല്ലാഹ്. എന്താണ് അല്ലാഹ്? ആകാശം പടച്ചത് ലില്ലാഹ്, ഭൂമി പടച്ചത് ലില്ലാഹ്, നക്ഷത്രങ്ങളെ പടച്ചത് പറ ലില്ലാഹ്. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാവരും പോയാൽ ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. എല്ലാം പോയാലും ബാക്കിയാകുന്ന ഭൂമിയുടെ ഉടമക്കാരൻ അല്ലാഹ്. അതുകൊണ്ട് ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. ആ ആൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ അടിസ്ഥാനം. കാരണം ഈ ആൾ സല്ലാ, ഈ ആൾ നിസ്കരിച്ചു, വഖൽഫഹു കുല്ലു, എല്ലാവരും ബേക്കിൽ നിസ്കരിച്ചു. ഈ ആൾക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാനൊരു അധികാരമുണ്ട്. കാരണം അല്ലാഹു അക്ബർ ആണെന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും അറിയിച്ചു കൊടുത്ത ആൾ. മുഹമ്മദ് മുഹമ്മദ്. മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله. റജൽ ബഹ്റൈനി, രണ്ട് ബഹ്റുകളെ അള്ളാഹു അയച്ചു വിട്ടു. യൽതഖിയാൻ, അത് പരസ്പരം കണ്ടുമുട്ടുന്നതായിട്ട്, സംഗമിക്കുന്നതായിട്ട്, കൂടിച്ചേരുന്നതായിട്ട്. ബൈനഹുമാ, ആ രണ്ട് ബഹ്റുകൾക്കും ഇടയിലുണ്ട് ബർസഖുൻ, ഒരു മറ. ലാ യബ്ഗിയാൻ, ആ രണ്ട് ബഹ്റും ഈ മറയെ മറികടക്കുകയില്ല. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഏ ജിന്ന് ഇൻസുകളെ, നിങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവുക? യഖ്റുജു മിൻഹുമാ, അങ്ങനെ അവ പരസ്പരം സംഗമിക്കുകയും ഈ മറയെ വിട്ടുകിടക്കാതെ മറയുടെ പരിധിയിൽ തന്നെ മറയോട് ചേർന്ന് നിലകൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഖ്റുജു മിൻഹുമാ, ആ രണ്ട് സമുദ്രങ്ങളിൽ നിന്നുമായി പുറത്തു വരും അല്ലുഉലുഉ, മുത്തും, വൽ മർജാൻ, പവിഴവും. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവുക? ഈ ആയത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പരസ്പരം അതിൻ്റെ ബാഹ്യമായ ഘടനയോട്, പദങ്ങളുടെ ബാഹ്യമായ ഘടനയോട്, ആന്തരിക ഘടനയ്ക്ക് ഒരു ബന്ധമുണ്ടാവും. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ കേവലമുള്ള വാക്കാർത്ഥം ആയിരിക്കുകയില്ല അതിൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ടാണ് ഖുർആനിൽ മുഫസ്സിരീങ്ങൾ തന്നെ തഫ്സീർ ചെയ്യണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിൻ്റെ ഏറ്റവും വലിയ തഫ്സീർ എന്നാൽ അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ അതാത് കാലഘട്ടത്തിൽ ആഴമേറിയ റാസിഖൂന ഫിൽ ഇൽമി എന്ന ആ റാസിഖീങ്ങളായ ആളുകൾ മുത്തേടത്തിൽ നിന്ന് വാഹനത്തിൽ വന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇപ്പോൾ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്കും ആ സഹോദരന്റെ പരലോക ഗുണത്തിന് വേണ്ടി അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم
അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായി പുറത്തു കൊടുക്കട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ നന്മകളെ അള്ളാഹു വർദ്ധിച്ച പ്രതിഫലത്തോടെ സ്വീകരിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. മർജൽ ബഹ്റൈനി യൽതഖിയാൻ, എല്ലാ രണ്ട് ബഹറുകളും സംഗമിക്കുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ രണ്ട് ബഹറിനെയും പരസ്പരം കൂടിച്ചേരാൻ വേണ്ടി അയച്ചുവിട്ടു. ബൈനഹുമ, രണ്ട് സമുദ്രങ്ങൾക്കും ഇടയിലുണ്ട് ബർസഖുൻ, ഒരു എടയുണ്ട്, ഒരു മറയുണ്ട്. ലാ യബിഗിയാൻ, ഈ രണ്ട് ബഹറുകളും അതിനെ അതിക്രമിക്കാൻ പാടില്ല. ഇതിന് മഹാനായ മുത്തസവ്വിഫീങ്ങളായ ആ ഇമ്മത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഞാനിവിടെ പറയുകയാണ്. രണ്ട് ബഹറുകൾ എന്നാൽ ഉദ്ദേശ്യം അൽ ബഹറുൽ അവ്വലു അലിയുനിൽ മുർത്തദ, അൽ ബഹറു സാനി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹുമ. ബൈനഹുമ, അത് രണ്ടിനും ഇടയിലുണ്ട് ബർസഖുൻ, ഒരു ഇട, ഒരു മറ. ലാ യബ്ഗിയാൻ, അവർ രണ്ടാളും ആ മറയെ, ആ ഇടയെ ഭേദിക്കാൻ പാടില്ല. ആരാണ് മറ? അൻ-നബിയുൽ മുസ്തഫ. അലിയിൽ മുന്നിൽ മുർത്തദ, അഖി എന്ന നിലയിൽ ഇങ്ങോട്ട് മുത്തും. അൻത അഖി ഫിദ് ദുനിയ വൽ ആഖിറ. ബിൻതി എന്ന നിലയിൽ ഫാത്തിമത്തു സഹ്റ ഇങ്ങോട്ട് മുത്തും. അത് രണ്ടിനും ഇടയിലാണ് ആ മറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇരിക്കരുത്, വളരെ ആത്മാർത്ഥമായി സ്വലാത്തിൽ. അത് രണ്ടിനും ഇടയിൽ ആണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മറ. ലാ യബ്ഗിയാൻ, ആ രണ്ട് മറകളും, ഈ രണ്ട് ബഹറുകളും ഈ മറയെ ഭേദിക്കാൻ പാടില്ല, ഭേദിക്കുകയില്ല. അങ്ങനെ ഭേദിക്കാതെ ആ രണ്ട് ബഹറും ഭേദിക്കൂല, ഭേദിച്ചിട്ടില്ല, ഭേദിക്കില്ല. എന്നാൽ യഖ്റുജു മിൻഹുമ, ഈ രണ്ട് സമുദ്രങ്ങളിൽ നിന്നും പുറത്തു വരും പിന്നീട്, അന്നും പിന്നീടും. എന്താണ് പുറത്തു വരിക? അൽ-ലുഅ്ലു, മുത്തും, വൽ മർജാൻ, പവിഴവും. എന്താണ് ഈ മുത്തിൻ്റെയും ബഹർ രണ്ട്, മുത്ത്, പവിഴം, അത് രണ്ടും, അതും ഒരു രണ്ട് എന്ന സൗജി എന്ന രൂപത്തിലാണ് അതിനെയും പറഞ്ഞത്. ഇത് രണ്ടിൻ്റെയും എല്ലാം ഇടയിൽ നിലനിൽക്കുന്ന ഒരു മറയാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കാം അല്പഭാഗം. ആ മുത്ത് ലുഅ്ലു, പേൾ, മുത്ത്. പവിഴം എന്നാൽ ഡയമണ്ട്. പവിഴം എന്നാൽ ലോകത്തെ ഏറ്റവും ഹാർഡസ്റ്റായ മെറ്റീരിയലാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ഡയമണ്ട്. ഇത് രണ്ടും ഈ രണ്ട് സമുദ്രങ്ങളിൽ നിന്നുമായി പുറത്തു വരും. എന്ന് പുറത്തു വരും? ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ പുറത്തു വരും. ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ്. അവിടെയും അല്ലാഹ്, അതിനെ അല്ലാഹു ലാ ഇലാഹ, അതിനെ മുന്തിച്ച് അല്ലാഹ്. ബഹുമാനപ്പെട്ട ഫാത്തിഹ ആദ്യത്തെ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇസ്മ അല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മ അതാ മുന്തിച്ചത്. അതിനാ പ്രധാനം. മുഅ്മിനാരാ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് കേട്ടാൽ അവർക്ക് രോമാഞ്ചം ഉണ്ടാവും. ആ രോമാഞ്ചമുണ്ടോ? നീ മുഅ്മിനാണ് അല്ലേ? മുഅ്മിനല്ല. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ചേർത്ത് തരട്ടെ. അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ അല്ലാഹു എന്ന ഇസ്മിനെ ലോകത്ത് അറിയിച്ചു കൊടുക്കുന്നതിൽ, ലോകത്ത് അറിഞ്ഞവർ മുഅ്മിനീങ്ങൾ. ശ്രദ്ധിക്കണേ, അറിയിച്ചു കൊടുത്തതിൽ ഏറ്റവും കേമൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും വിജയിച്ചത് മുഹമ്മദ് മുസ്തഫ. എന്താ എല്ലാ അമ്പിയായിന്റെയും ലക്ഷ്യം? അമ്പിയായിന്റെ ലക്ഷ്യം അല്ലാഹ് എന്ന് അറിയിച്ചു കൊടുക്കൽ മാത്രമാണ്. അതിനാണ് അവർ വന്നത്. മറ്റതെല്ലാം ഫുറൂഇയാത്താണ്. ഫുറൂഇയാത്തിൽ മഗ്ഫൂർ വരും, ഉസൂലിയാത്തിൽ മഗ്ഫൂർ ഇല്ല. നിസ്കാരം അതിൽ മഗ്ഫൂറാകാം, ചെയ്തില്ലേ അസാ അൻ യുഗ്ഫർ, പൊറുക്കപ്പെടാം. നോമ്പ് ഫുറൂഇയാത്താണ്, പൊറുക്കപ്പെടാം. ഹജ്ജ് പൊറുക്കപ്പെടാം, സക്കാത്ത് അസാ പൊറുക്കപ്പെടാം, എല്ലാം പൊറുക്കപ്പെടാം. എന്നാൽ അല്ലാഹ് എന്ന ആ ഇസ്മിൽ നമ്മൾ ഒതുങ്ങുക. ഇതാണ് ഉസൂലിയാത്തിന്റെ അൽ അസ്ലുൽ അവ്വൽ. അതിന്റെ അപ്പുറം ഇനി ഒന്നുമില്ല. അത് ലോകത്ത് അറിയിച്ചു കൊടുക്കാൻ സെലക്റ്റഡായി 1,24,000 അംബിയായിനെ അല്ലാഹു അയച്ചു. എന്നാൽ അവരിൽ അല്ലാഹുവിന്റെ തൗഫീഖും ഖദറും അങ്ങനെയാണ്. അവരിൽ ആ കാര്യം കൊണ്ട് ഖായിമായ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. അതിൽ ഫായിസായ ആളും മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ടാണ് പിന്നീടുള്ള ആളായിട്ട് കൂടി
മുമ്പുള്ളവരും ബാപ്പയടക്കം എണീറ്റ് നിന്ന് ആദരിച്ചു. കേറി വന്നപ്പോൾ ആദരിച്ചു. ആരാദരിച്ചു? മുഹമ്മദ് മുസ്തഫ. എന്റെ അല്ലാഹ് എന്ന ഇസ്മു കൊണ്ട് ഫായിസായ ഏറ്റവും വലിയ സഈദ് മുഹമ്മദ് മുസ്തഫ, ഏറ്റവും വലിയ ഖായിമും മുഹമ്മദ് മുസ്തഫ, ഏറ്റവും വലിയ മുബർരിസ്, അതിനെ ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത ഏറ്റവും വലിയ ആളും മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഞാൻ എല്ലാവർക്കും അംഗീകരിക്കുന്ന സുന്നികൾ അംഗീകരിക്കുന്ന ഒരു കവിതയല്ല. സുന്നികൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما عند اتفاق نبينا بالأنبياء وكرام رسل الله لما أسريا هنوه تبشيرا بجاه أوتيا كل يرحب لاحقا وبسيما صلوا عليه وسلموا تسليما മുഹമ്മദ് മുസ്തഫ. ഇത് വെളിയങ്കോട് ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ എല്ലാവരുടെയും നേതാവാണ്. അള്ളാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഒരഭിപ്രായക്കേട് സുന്നികൾക്ക് ഇടയിൽ ഇല്ലാത്ത വിധം ഏറ്റവും വലിയ നേതാവായി ഇമാമായി കേരള സുന്നികൾ യാതൊരു ആക്ഷേപവും ഇല്ലാതെ അംഗീകരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിലെ വലിയ പ്രധാനിയായ കേമനും ആലിമും ആയിരുന്നു വെളിയങ്കോട് ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ സ്വല്ലൽ ഇലാഹ് എന്ന ബൈത്താണിത്. എന്താണ് ആ ബൈത്തിൽ പറയുന്നത്? ഇത് ഹബീബായ നബി വന്നു ഇലാ കുല്ലി സമായി. അപ്പോൾ എല്ലാ ആകാശങ്ങളിലേക്കും ഹബീബായ നബി ചെന്നപ്പോൾ മുർസലീങ്ങൾ സൊഫ് കെട്ടി, മലക്കുകളും മുസ്തഫ ഹബീബിന്റെ പിന്നിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? സൃഷ്ടികളെ പടച്ചതിൽ ആ ലക്ഷ്യത്തിൽ ഖായിമ ആയ ആൾ മുഹമ്മദ് മുസ്തഫ. എന്താണ് ലക്ഷ്യം? പള്ളിയുടെ 2 നിലയിലും സൗകര്യമുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫുള്ളാണ്. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാം. അവിടെ 2 പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. ദയവായി അങ്ങോട്ട് കയറണം. ആളുകൾ ബുദ്ധിമുട്ടാകരുത്. വഴി കാണിച്ചു കൊടുക്കണം. പള്ളിയുടെ ഉള്ളിൽ 2 നിലയിലും അവിടെ കണ്ടുകൊണ്ട് കേൾക്കാണ് കേൾക്കണം. പള്ളിയുടെ സൗകര്യമുണ്ട്. മേജറവുണ്ട്. മുർസലീങ്ങളും മലക്കുകളും എല്ലാം ഹബീബായ നബിയുടെ പിന്നിൽ സൊഫ് കെട്ടി. ഇമാമൻ, ഹബീബായ നബിയെ ഇമാമാക്കി. അവര് ഖദ്ദമൂഹു മുശറഫൻ, ആരെക്കാളും ഷറഫാക്കപ്പെട്ട നബി വിധത്തിൽ ഹബീബായ നബിയെ മുന്തിച്ചു. ബഹുമാനപ്പെട്ട ബുർദക്കാരൻ അവിടെ പറഞ്ഞത്, ബുർദക്കാരൻ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി വബിത്ത തർഖായില അനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈൻ ലം تدرك ولم ترمي وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم. വിശ്വപ്രസിദ്ധനായ കവിയാണ്, മുഹിബ്ബുർ റസൂലാണ് ഇമാം ബുസൂരി. അവരും അതന്നെ പറഞ്ഞു. എല്ലാ അമ്പിയാക്കളും എല്ലാ മലക്കുകളും ഹബീബിനെ മുന്നിലേക്ക് നിർത്തി. ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞു. മുശറഫൻ, ഷറഫാക്കപ്പെട്ട നിലയിൽ ഹബീബിനെ മുന്നിലേക്ക് നിർത്തി. സ്വല്ലാബി കുല്ലിൻ ഖൽഫഹു മഅ്മൂമാ, എല്ലാവരെയും മഅ്മൂമാക്കി. മുന്നിലുള്ള ആൾ പിന്നിൽ വന്ന ആൾ മുന്നിൽ നിന്നു. എല്ലാവരെയും മഅ്മൂമാക്കി. ആരൊക്കെ? അർറുസുൽ വൽ അംലാഖു, അമ്പിയാക്കളും മുർസലീങ്ങളും പിന്നെ ആരും മലായിക്കത്തും അവരെ പിന്നിലാക്കി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിച്ചു. എന്തുകൊണ്ട്? വേഗം പറഞ്ഞാലേ തുടക്കം മുതൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹ് എന്ന ഇസ്മിനെ പറയാനും അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് അല്ലാഹു ആരെ പടച്ചത്. മനുഷ്യരെ എന്ന് പറയണ്ട, സൃഷ്ടിയെ പടച്ചതിന് വേണ്ടിയാണ്. അതിൽ വിജയിച്ചു. അല്ലാഹ് എന്നാദ്യമായി പറഞ്ഞ ആൾ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ വാതിലിന്റെ താക്കോൽ കൈവശം വെക്കുന്ന ആൾ മുഹമ്മദ്. എല്ലാവരും കരയുമ്പോൾ കരയാത്ത ആൾ മുഹമ്മദ്.
എല്ലാവരും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയും, ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയുന്ന ആൾ മുഹമ്മദ്. എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാലം ജീവിച്ച ആൾ മുഹമ്മദ്. കുറഞ്ഞ കാലം ജീവിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം 33-ാം വയസ്സിലാണ് സയ്യിദുന ഈസ അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടത്. ഇനി ഏറ്റവും ചുരുങ്ങിയ ഒരാളാണ് സയ്യിദുന ഈസ അലൈഹിസ്സലാം. ആ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇനി വന്നിട്ടൊരു 40 ഉണ്ട്. അപ്പോൾ എത്രയായി? 73 മുസ്തഫ നബിയോ 63. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആൾ പറ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ജീവിച്ച കുറഞ്ഞ കാലം ജീവിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും അവസാനം വന്ന ആൾ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല? ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. എത്ര കാലം ജീവിച്ചു എന്നതല്ല വിഷയം. അല്ലാഹ് ഈ ഒരു ഇസ്മിന് വേണ്ടിയാ പഠിച്ചു. ഇന്ന് അതിന്റെ 313. എന്താണ് ഇവിടെ വിഷയം? അല്ലാഹ്. എന്താണ് അല്ലാഹ്? ആകാശം പടച്ചത് ലില്ലാഹ്, ഭൂമി പടച്ചത് ലില്ലാഹ്, നക്ഷത്രങ്ങളെ പടച്ചത് പറ ലില്ലാഹ്. നീ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാവരും പോയാൽ ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നീ എല്ലാം പോയാലും ബാക്കിയാകുന്ന ഭൂമിയുടെ ഉടമക്കാരൻ അല്ലാഹ്. അതുകൊണ്ട് ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. ആ ആൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ അടിസ്ഥാനം. കാരണം ഈ ആൾ സല്ലാ, ഈ ആൾ നിസ്കരിച്ചു. വഖൽഫഹു കുല്ലു, എല്ലാവരും ബേക്കിൽ നിസ്കരിച്ചു. ഈ ആൾക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാനൊരു അധികാരമുണ്ട്. കാരണം അല്ലാഹു അക്ബർ ആണെന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും അറിയിച്ചു കൊടുത്ത ആൾ. പറ മുഹമ്മദ്. പറ മുഹമ്മദ്. എല്ലാവരും സഫ് കെട്ടി. എന്നിട്ടും ഒറ്റ വാക്ക് അവിടുത്തെ സ്ഥാനം എല്ലാവരും അംഗീകരിച്ചു. ബിശാറത്ത് നബി വല്ലാത്തൊരു സ്ഥാനം കിട്ടിയാണ്. മുഹമ്മദ് മുഹമ്മദ്. എന്നെ തന്നെ അങ്ങോട്ട് നോക്ക്. എന്താണ് ഈ ആൾക്ക് മുഹമ്മദ് എന്ന പേര് കിട്ടാൻ കാരണം? എന്തിനാ ലോകത്തെ പടച്ച്? അള്ളാഹു കൊണ്ട് ഏറ്റവും കായ്മായ ആൾ ഈ വ്യക്തിയാണ്. അപ്പോൾ സൃഷ്ടികൾക്കിടയിൽ പ്രശംസിക്കപ്പെടേണ്ടവൻ ഇയാളാണ്. അതുകൊണ്ടാണ് ഇയാൾക്ക് എന്ത് പേര് കൊടുത്തത്? മുഹമ്മദ്. മുഹമ്മദ് എന്ന പേരിൽ മുമ്പൊരു നബിയില്ല. മുഹമ്മദ് എന്ന പേരിൽ മുമ്പൊരു മലക്കില്ല. മുഹമ്മദ്. ശബ്ദിക്കരുത്, മിണ്ടരുത്. മുഹമ്മദ് പ്രശംസിക്കപ്പെടേണ്ട ആൾ മുഹമ്മദ്. എന്തിനാ പ്രശംസ? നമ്മളിവിടെ കസേര നിരത്താൻ വേണ്ടി 10 ആളെ ഏൽപ്പിച്ചു. ഒരു 10, 2000, 5000 കസേര നിരത്താൻ വേണ്ടി ഏൽപ്പിച്ചു. 10 ആളെ ഏൽപ്പിച്ചു. ഒരാൾ 100 എണ്ണം, ഒരാൾ 50 എണ്ണം, ഒരാൾ 25 എണ്ണം, ഒരാൾ 10 എണ്ണം, ഒരാൾ 3 എണ്ണം, ഒരാൾ 2 എണ്ണം. അതിന്റെ അപ്പുറത്ത് കഴിഞ്ഞില്ല. ഒരാൾ 4800 കസേര ഒറ്റകൾ നിർത്തിയാൽ ഈ കൂട്ടത്തിൽ ആദരവ് അയാൾ എന്തുകൊണ്ട് ഉത്തരം വേണ്ട. എന്താണ് അവരുടെ കർമ്മം? എന്താണ് അവരുടെ കർമ്മം? കസേര നിരത്തൽ. അതിൽ ഏറ്റവും വിജയിച്ചാൽ ഇയാളാണ്. അതുകൊണ്ട് ഇയാളെ എല്ലാവരും ആദരിക്കണം. പ്രശംസിക്കപ്പെടേണ്ട ആൾ അപ്പൊ ഇയാളാണ്. അപ്പൊ എല്ലാ മലക്കുകളും അമ്പിയാക്കളും ഈ ആൾക്ക് എന്ത് പേര് പറയണം? എന്താ നോക്കി? എന്ത് മുഹമ്മദ്? എന്താ അർത്ഥം? ഒന്നും വിചാരിക്കല്ലേട്ടാ, ഞാനിപ്പോ ഇതിന്റെ മുന്നിലിരിക്കുന്ന ആളായതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉസ്താദ്, അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കട്ടെ. അതവില്ലാതെ പറഞ്ഞു തോന്നരുത്. അള്ളാഹു അതപകടത്തോട് കാത്തിരക്ഷിക്കട്ടെ. വേഗം പറയും, എന്റെ കൂടെ ഫോളോ ചെയ്ത് വരണം. മനസ്സിലായില്ലേ? ഒരു ലക്ഷ്യം, ഒരു പർപ്പസ്. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്ത് വിജയിച്ച വ്യക്തിക്കല്ലേ ആ വിഷയത്തിലുള്ള അംഗീകാരം. ഈ സൃഷ്ടി എന്തിനാ പഠിച്ചത്? അല്ലാഹ്. വേറൊരു ലക്ഷ്യമില്ല. നിസ്കരിച്ചാൽ നരകത്ത് പോകും. എന്തില്ലെങ്കിൽ ഖൽബിൽ എന്തില്ലെങ്കിൽ അല്ലാഹ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. ചില നിസ്കാരക്കാർ നരകത്തില. എന്റെ നിസ്കാരമുണ്ട്, ഉള്ളിൽ എന്തില്ല? അല്ലാഹ് എന്ന വാക്കേ ഉള്ളൂ, ഉള്ളിലില്ല.
അപ്പോൾ വിജയിക്കൽ അല്ലാഹ് എന്ന പേരിൽ വിജയിച്ചവൻ വിജയിച്ചു. അതിലേറ്റവും വിജയിച്ച ആൾ ആരാണ്? മുഹമ്മദ് മുസ്തഫ. ജീവിതകാലത്ത് തന്നെ എല്ലായിടത്തും റബ്ബിക്ക, ഇവിടെ ദീനില്ല. അവസാനത്തെ സൂറത്തിൽ റബ്ബ്, അതിന്റെ മുമ്പത്തെ സൂറത്തിനും റബ്ബ്, ഇവിടെ എന്താ ദീന്? അല്ലാഹ്. ഒന്നും കൂടെ റബ്ബിന്റെ അപ്പുറത്തുണ്ട്. ഈ അല്ലാഹ് എന്നത് കോടാനക്കോടി മനുഷ്യർ അതിലേക്ക് വീഴാനുള്ള കാരണം മുഹമ്മദ് ആളാ കാരണം. അതുകൊണ്ട് എല്ലാ നബിമാരും ഈ മനുഷ്യൻ അടിയറ വെച്ച് ഈ മനുഷ്യന്റെ മഹാസ്ഥാനത്തെ അംഗീകരിച്ചു. അതിന്റെ തൊട്ടപ്പുറത്തെ വരിയിൽ പറയുന്നത് എത്തിയപ്പോൾ തൊട്ടടുത്ത പേജിൽ പറയുന്നത് ബഹറുൻ നൂർ എന്നുണ്ട്, ആകാശത്തിന്റെ അങ്ങേ ഭാഗത്ത്. അവിടെ എത്തിയപ്പോൾ വഖഫ ജിബ്രീൽ അവിടെ നിന്നു. ദാനി തഖദ്ദം, അങ്ങ് പോകണം, അങ്ങക്ക് അവിടേക്ക് കിടക്കാൻ അധികാരമുള്ളൂ. എന്തുകൊണ്ട്? അങ്ങ് വിജയിച്ച പോലെ ഞാനും വിജയിച്ചില്ല. പറഞ്ഞത് മനസ്സിലായോ? ആ ആളാണ് ആര്? മുഹമ്മദ്. ആ മുഹമ്മദിയത്തിൽ നിന്ന് 2 ബഹറുണ്ടായിട്ടുണ്ട്. ഈ തങ്ങന്മാർക്ക് എന്താണ് ഈ ക്ലാസ്സിൽ ബന്ധം? അല്ലാഹ് എന്നാണ് തങ്ങന്മാർക്ക് ഇതിൽ അല്ലാഹ് എന്ന ഇസ്മിന് വേണ്ടി നിലകൊണ്ട, അതിൽ വിജയിച്ച, ലോകം അംഗീകരിച്ച മഹാനായ നേതാവിൽ നിന്നുള്ള 2 ബഹരി സംഗമമാണ് അഹ്ലുൽ ബൈത്ത്. ഏതാ ബഹറുൽ അവ്വൽ? അലിയുനിൽ മുർത്തള. ഇതൊരു വ്യാഖ്യാനമാണ്, തസൂഫിനാലുകാരുടെ വ്യാഖ്യാനം, വളരെ കൃത്യമായ വ്യാഖ്യാനം. ഞാൻ ആർക്കെങ്കിലും കിതാബ് ഏതാണ്ടൊന്നും അറിയില്ലെങ്കിൽ പിന്നീട് പറഞ്ഞുതരും. ഞാൻ ആർക്കെങ്കിലും, ഞാൻ ഇപ്പൊ കിതാബ് പറയാത്തത് കുറച്ച് പണി നിങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കിതാബ് പറയില്ല, പിന്നെ പറയും. ഇനി കുറെ ആളുകൾ ചോദിക്കും എവിടെ ഉസ്താദേ ആ തഫ്സീർ ഉള്ളത്? പറയാം, ഇപ്പൊ പറഞ്ഞ പണി എടുക്കില്ല. അതുകൊണ്ട് ലേശം പണിയെടുക്കും. അങ്ങനെ തഫ്സീറുണ്ട്, അഹ്ലുസ് സുന്നയുടെ തഫ്സീർ. ബഹുമാനപ്പെട്ട രണ്ട് മറജൽ ബഹ്റൈൻ, 2 ബഹറുകൾ. ഒന്നേതാ? ഒന്ന് അലിയുനിൽ മുർത്തള. അത് ഹബീബായ നബിയുടെ ഒരു ബഹറ, നബിയുടെ ഒരു ബഹർ തന്നെയാണത്. അൻത അഖീ ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരൻ നീയാണെന്ന്, താങ്കളാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അലി ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. പിന്നെ ഒരാളാരാ? പിന്നെ ഫാത്തിമത്തുസ് സഹ്റ. തന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ 2 ബഹറും, ബഹറുൽ അവൽ അലിയുനിൽ മുർത്തള, ബഹറുൽ സാനി ഫാത്തിമത്തുസ് സഹ്റ, അത് 2ഉം സംഗമിക്കുകയാണ്. അത് സംഗമിച്ചപ്പോൾ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. യഖ്റുജു മിൻഹുമാ, ആ 2 ബഹറും കൂടിയപ്പോൾ ലുഅ്ലുഉം മർജാനും പുറത്തു വരിക. നമ്മുടെ മാണിക്കല്ലായ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങളെ പൊന്നുമോൻ, അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവർക്കെല്ലാം നമ്മളെ സാദാ പാണക്കാടി സാദാത്യങ്ങൾ, ഇഫ്രി സാദാത്യങ്ങൾ, ജമല്ലൈരി സാദാത്യങ്ങൾ, ബുഹാരി സാദാത്യങ്ങൾ, നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും അവരാണ് നമ്മുടെ നേതാക്കൾ. അവരാണ് അൽ-ലുഅ്ലുഉ വൽ മർജാൻ. പക്ഷെ പ്രശ്നമുണ്ട് അവിടെ. പ്രശ്നം അവിടെ പഠിക്കണം. ഈ ആയത്തിന്റെ പഠനത്തിന് ആമുഖാണ് ഈ പറയുന്നത്. ഇനിയും ഈ ആയത്തിന് പാഠനങ്ങൾ ഉണ്ട്. എന്താ ഇത് 2 മുത്തും പവിഴവും വരും. ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. എന്താണ് മുത്ത്, എന്താണ് പവിഴം, എന്താണ് മുത്ത്? ഒരു മുത്ത് എന്നത്, മുത്ത് ലുഅ്ലു സൗന്ദര്യത്തിന് പ്രതീക. മർജാൻ എന്നത് ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്, അത് ശക്തിയുടെ പ്രതീക. ലോകത്ത് ഒരു സാധനത്തിനും മർജാനെ പൊളിക്കാൻ കഴിയില്ല. എന്നാൽ മർജാൻ കൊണ്ട് എന്തിനു ഭയങ്കര ശക്തിയാണ്. എന്തിന്? മർജാൻ എന്നാൽ ഡയമണ്ട്. ശ്രദ്ധിക്കണം, ഡയമണ്ട്. യഖ്റുജു മിൻഹുമാ, ഇത് 2 പുറത്തു വരും. അൽ-ലുഅ്ലുഉ മുത്തും വൽ മർജാൻ പവിഴവും പുറത്തു വരും. ഇതൊക്കെ ലുഅ്ലുഉ മർജാൻ ഒരു തഫ്സീറാ, പേടിക്കേണ്ടവാ. ഞാനല്ലേ തഫ്സീർ പറഞ്ഞത്, ഞാനല്ലേ തെളിവ് പറയേണ്ടത്. ഇല്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ട ആളും ഞാൻ തന്നെയല്ലേ. പണ്ട് പല ചീത്ത കേട്ടാളും ഞാൻ തന്നെയല്ലേ. നിങ്ങൾ പഠിക്കേണ്ട, അതിലൊന്നും നിങ്ങൾ പഠിക്കണം. തഫ്സീർ മണിയായി പറഞ്ഞു തരും. ഇപ്പം നിങ്ങളൊന്ന് അധ്വാനിക്കണം എന്ന നിലക്ക് പറയാം. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഈ പ്രശ്നമാണ് മർമ്മം. എന്താണ് മർമ്മം? മറജൽ ബഹ്റൈനി, 2 ബഹർ, ഫാത്തിമത്തുസ് സഹ്റ. ആ ബഹറിനെ ഇനി ഇവിടെ തിന്മയെ മുക്കാൻ കഴിയുള്ളൂ. അതാണ് ഇനി
ആ ബഹറിൽ നിന്ന് വന്ന ലുലു മർജാൻ ഇവിടെ കാത്തിരിക്കാൻ. എന്ത് ഖുർആനില്ലേ? ഉണ്ട്. പക്ഷേ ലുലു മർജാനിൽ നിന്ന് എണ്ണപ്പെട്ട ഒരാളെ കാത്ത്, ആ ആള് വന്നാൽ പിന്നെ ഒന്നും വേണ്ട. ആ ആള് വന്നാൽ പിന്നെ ആയുധം വേണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത. ആയിരക്കണക്കായ ആളുകൾ അത് ചെല്ലിയില്ലേ? ചെല്ലിയോ? അതിപ്പോ ചെല്ലിയില്ലേ? ചെല്ലിയോ? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഇപ്പൊ നിങ്ങളെല്ലാരും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ചെല്ലിയോ? ചെല്ലിയല്ലോ. എന്നിട്ട് എന്ത് നടന്നോ? ഇമ്പീരിയൽസ് ശക്തികൾ തകർന്നോ? കോർപ്പറേറ്റുകൾ തകർന്നോ? ഒരാൾ ഇമാം മഹ്ദി എന്ന ആ ലുലുവിന്റെ ആ മർജാനിന്റെ ആയുധം എന്തായിരിക്കുമെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെടവേ ഹബീബിന്റെ മറുപടി അത്തസ്ബീഹു സുബ്ഹാന വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ. ദി ഹാർഡസ്റ്റ് മെറ്റീരിയൽ, ദി ഹാർഡസ്റ്റ് മെറ്റീരിയൽ. അത് മർജാന പോയ പൊളിക്കാരാൻ കഴിയില്ല. ഇനി തിരിച്ചു വരി. ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം. എന്താണത്? അത് ലാ യബ്ഗിയാനിയ. ഒന്നും കൂടി പറയാം. മറജൽ ബഹ്റൈനി. ഞാൻ പറഞ്ഞു ഈ ക്ലാസിന്റെ മർമ്മം അള്ളാഹ് കൊണ്ട് ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ്. ഈ ഇരിക്കുന്ന ലുലു മർജാനുകൾ എന്ന തൗലീദ ഉണ്ടായത എന്തിൽ നിന്ന്? മുഹമ്മദ് എന്ന ആളിൽ നിന്ന്. നമ്മളല്ല, നമ്മൾ ആദമിൽ നിന്നുണ്ടായതാ. ആരിൽ നിന്നുണ്ടായതല്ല. പറ, ധൈര്യമായിട്ട് പറയാം. നമ്മൾ ആരിൽ നിന്നുണ്ടായതല്ല, ആദമിൽ നിന്നുണ്ടായതാ. ആദം തുറാബ, മുഹമ്മദ് തുറാബല്ല, കേവലം തുറാബല്ല. ആദം എന്ന ആളിന്റെ വില മുഹമ്മദീയത്ത് ആദമിൽ സന്നിവേശിച്ചു എന്നതാണ്. ആദമിന്റെ മണ്ണിന്റെ ഉരുളക്കുള്ളിൽ ഇങ്ങനെ കയറ്റി. എന്ത്? മുഹമ്മദ് എന്ന നൂറിന്. അപ്പോൾ വിലയുണ്ടായി ആർക്ക്? ആദമിന്. ആദമ കുല്ലുക്കുമിൻ ആദമ വ ആദമ മിൻ തുറാബ്. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവർ ലുലു മർജാന. ഇവർക്ക് ആദമീയ ബന്ധത്തിനേക്കാളും വലിയ ബന്ധം എന്തിനോടാണ്? മുഹമ്മദീയത്തിനോട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവർ പ്രശ്നം കിടക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഒന്നും കൂടി ആയത്തോടുക. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഈ രണ്ട് ബഹറിനും ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, ഒരു ഭാഗത്ത് ഫാത്തിമ. ഇത് രണ്ടും തൊട്ട് നിൽക്കുകയാണ്. ആരെ? മുഹമ്മദ് മുസ്തഫ. രണ്ടും നിന്നും ഉണ്ടായതാണ് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് ഉണ്ടായതാണ് ഇത് രണ്ടും. അപ്പൊ ഇവർക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ലാ യബ്ഗിയാൻ. ഇവർ ഒരു കാലത്തും മുഹമ്മദിയത്തിനെ മറികടക്കാൻ പാടില്ല. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ആദ്യത്തെ രണ്ടാളും മുഹമ്മദിയത്തിനെ മറികടക്കൂല. പക്ഷെ അവസാന കാലത്ത് ഒരു പക്ഷേ ചില പ്രകോപനങ്ങൾക്ക് വശംവദരായി ഇവരിൽ പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും മുഹമ്മദിയത്തിനെ മറികടന്നേക്കാം. അപ്പോൾ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? ലാ യബ്ഗിയാനിയുടെ അവസ്ഥ നഷ്ടപ്പെട്ട് യബ്ഗിയാനിയിലെത്തും. യബ്ഗിയാനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വില ഉണ്ടാവില്ല. അതിന് ഉദാഹരണം പറയുന്നതിന് മുമ്പ് ഞാൻ മുത്തിനെയും പവിഴത്തിനെയും ഒന്ന് പറയും. ഇതാണ് പേള്, മുത്ത്. എങ്ങനെ മുത്തുണ്ടാവുക? മുത്തിച്ചിപ്പിയിൽ കയറുന്ന ഒരു എന്താ പറയാ, ഒരു ഡേറ്റാണ്, ഒരു ചെളിക്കഷ്ണം, ഒരു കാർബൺ കഷ്ണം, ഒരു കരി, അല്ലെങ്കിൽ എന്ത് പറയാ, ഒരു ചെളിയുടെ തരി. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? ഒന്ന് ഓപ്പണായി വാ. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? മുത്തുച്ചിപ്പിയുടെ ഉള്ളിലേക്ക് മൺതരി കയറും. അപ്പോൾ മുത്തുച്ചിപ്പി അടയും. പകുതി അടഞ്ഞു, പകുതി തുറന്നു. സുഷിരങ്ങൾ ഉണ്ടാവും. എപ്പോഴും അതിന് പുറത്ത് പോകാം. അവിടെ ഭയങ്കര ഹൈ പ്രഷറാണ്. എന്തിൻ്റെ ഉള്ളിൽ? ചിപ്പിയുടെ ഉള്ളിൽ. അവിടെ നിൽക്കുക ഭയങ്കര പ്രയാസം. അപ്പൊ ഈ ചെളിക്കഷ്ണം പരമാവധി പുറത്തേക്ക് ചാടും. പുറത്തേക്ക് ചാടിയാലോ ഇതെന്തായി മാറും? വീണ്ടും ചെളിയായി മാറും. വീണ്ടും. മനസ്സിലായില്ലേ? വളരെ പേളിനെ പഠിക്കണം. പേളെന്നാൽ മുത്ത്. മനസ്സിലായില്ലേ? പറഞ്ഞാൽ പേളെന്നാൽ മുത്ത്. PEARL, പേൾ. അത് മുത്ത്. മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കയറിയ ഈ ചെറിയ ചെളിക്കഷ്ണം, ഈ ചെളിക്കഷ്ണത്തിന് നിയമമാണ് ലാ യബ്ഗി. അത് മറികടക്കാൻ പാടില്ല. എന്തിനെ? ചിപ്പിയുടെ അതിരിനെ മറികടക്കാൻ പാടില്ല. ചിപ്പിയുടെ. നിങ്ങൾ അല്ലാഹുവിന്റെ കലാമിനെ ഒന്ന് ആലോചിക്ക്. നോക്ക്. എന്താണ് ആലോചിക്കാത്തത്?
നിങ്ങൾ ആലോചിച്ച് നിങ്ങളെ മുഖം അങ്ങനെ കണ്ടാൽ പോരാ. നിങ്ങൾ അള്ളാഹിനെ പറ്റി ആലോചിക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ കലാമിനെ പറ്റി ആലോചിക്കും. ഇങ്ങോട്ട് നോക്ക്. അതായത് ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു ശാസ്ത്രീയ വിവരം അന്ന് റസൂലുള്ളാഹിക്കില്ല. പിന്നെ ഈ ചെളിക്കഷ്ണം ഈ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കിടക്കണം. 15 മാസമെങ്കിലും കിടക്കണം. അപ്പോൾ ഇതെന്തായി മാറും? മുത്തായി മാറും. അതിനിടയിൽ ചെറിയ ചില ചളിക്കഷ്ണങ്ങൾ അതിലും ഭേദിച്ച് പുറത്തേക്ക് പോകും. അതെന്താവും? ചെളി തന്നെ, എന്തല്ല, മുത്തല്ല. അപ്പോൾ ഈ മുത്തുച്ചിപ്പിയുടെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പിന്നീട് ഒരിക്കലും ഇത് എന്താവില്ല, കേൾക്ക്, എന്താവില്ല, ആ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. പരിധിയിൽ നിന്ന് പോയാൽ അത് ചെളിയായി മാറും. ശരി, ഇനി മർജാനെ പറ്റി പറയാം. മർജാൻ എന്ന് പറഞ്ഞാൽ സത്യത്തില് മർജാൻ എന്ന് പറയുന്നത് അതും ചെളിയാ. ചെളി എന്ന് പറഞ്ഞാൽ ഒരു കരി, ഭൂമിയിലെ കറുത്ത ഒരു കരിയാണ്, ഒരു ചെളിയാണ്, ഒരു കരിയാണ്, ഒരു കാർബൺ. അതായത് വളരെ ബ്ലാക്ക് കളറുള്ള ഒരു ചെളിയാണ്, കാർബൺ ആണ്, ചെളിക്കഷ്ണമാണ്. എന്ത്? മർജാൻ. അസ്ലിൽ മർജാൻ അത് മണ്ണ, പക്ക മണ്ണ്, ഡേർട്ട്, വളരെ ചെളിയായ മണ്ണ്. ഈ മണ്ണ് വർഷങ്ങളോളം കിടക്കും. എന്തിനുള്ളിൽ? ലാവയുടെ ഉള്ളിൽ. അതായത് ഭൂമിയുടെ വെള്ളത്തിന്റെ അടിയിൽ മണ്ണിനടിയിൽ ഹൈ പ്രഷർ ഉണ്ടാവും. ആ ഹൈ പ്രഷറിന്റെ അടിയിൽ അഗ്നിപർവ്വതം ഉണ്ടാവും. ആ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ ലാവയുണ്ടാവും. ആ ലാവയിലേക്ക് ചെളി എത്തിച്ചേരും. അപ്പോൾ ഈ ലാവയുടെ ഉള്ളിൽ ചെളി കിടക്കും. ആ ചെളി വർഷങ്ങളോളം കിടക്കും. ചിലപ്പോൾ 10ഉം 50ഉം ഒക്കെ വർഷം കിടക്കും. ആ വർഷങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ലാവ എന്ന് നിങ്ങൾക്കറിയാലോ. ഈ ലാവയുടെ ഉള്ളിൽ കിടക്കാണ്. അതായത് അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ ലാവ. ഈ ലാവയുടെ ഉള്ളിൽ ഈ ചെളി വർഷങ്ങൾ അനവധി കിടക്കുമ്പോൾ ആ ഹൈ പ്രഷറിൽ ഈ ചെളിക്കഷ്ണം എന്തായി മാറും? ഡയമണ്ടായി മാറും. ഡയമണ്ടിന്റെ വില എത്രയാ? ഡയമണ്ടോ ദി ഹാർഡസ്റ്റ് മെറ്റീരിയലാ. അതിനെ തകർക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, മുത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. മർജാൻ ശക്തിയുടെ പ്രതീകമാണ്. പക്ഷേ ഒരു കാരണവശാലും ഇവർ മുഹമ്മദിയത്തിനെ ഭേദിക്കാൻ പാടില്ല. എന്താ മുഹമ്മദിയത്ത്? മുഹമ്മദിയത്ത് എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാ മുഹമ്മദിയത്ത്. മറ്റൊരാളും മുഹമ്മദിനെ കേവലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാനപ്പുറം ഒരു വില കൽപ്പിക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാ മുഹമ്മദിയത്ത്. അതിനപ്പുറത്തേക്ക് പോകരുത്. അതിനപ്പുറത്തേക്ക് പോയാൽ അവർക്കൊരു വിലയുണ്ടാവില്ല. അവർ പോകുമെന്നില്ല, അവർ പോയിട്ടില്ല. ഒരു ഓർമ്മപ്പെടുത്തല. അവർ പോകും എന്നല്ല, പോകരുത്. ഒരിക്കലും പോകരുത്. പോയ വില ഉണ്ടാവില്ല. പോയ രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 20-ാം നൂറ്റാണ്ടുകാരാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഒന്ന് റഷീദ് റിള. അയാൾ ഷെരീഫാണ്. അയാൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അയാളെ ആക്ഷേപിച്ചു വന്ന കവിതകൾക്കും പ്രഭാഷണങ്ങൾക്കും കയ്യും കണക്കുകയില്ല. എന്തുകൊണ്ട്? അയാൾ മുഹമ്മദിയത്തിനെ വേദിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.